തൃശൂരിൽ കത്തിപ്പടരുകയാണ് വോട്ടർ പട്ടിക ക്രമക്കേട്. RSS നേതാവ് ഷാജി വരവൂരിന് തൃശൂരിലും ആലത്തൂരിലും വോട്ടുണ്ട്. ഇരട്ട വോട്ട് പട്ടികയിലുണ്ടെങ്കിലും തൃശൂരിൽ വോട്ട് ചെയ്തില്ല എന്ന് ഷാജി വരവൂർ പറയുന്നു. സുരേഷ് ഗോപിക്കെതിരെ TN പ്രതാപൻ നൽകിയ പരാതിയിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. കേസെടുക്കാൻ കഴിയുമോ എന്നറിയാൻ. തെരഞ്ഞെടുപ്പ് സംബന്ധമായ പരാതി ആയതിനാൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ സാധിക്കുമോ എന്നായിരിക്കും പരിശോധിക്കുക. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടത്തി എന്നുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നതിനിടയിലാണ് കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റിൽ 9 വോട്ടുകൾ വീട്ടിൽ താമസിക്കുന്ന വീട്ടമ്മ അറിയാതെ ചേർത്തിയെന്ന് ഒരു വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ RSS നേതാവിന് ഇരട്ട വോട്ട് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി ഇന്ന് നമുക്ക് ലഭ്യമായത്. വരവൂർ സ്വദേശിയായ ഷാജി വരവൂരാണ് ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായ വരവൂരിലും അതുപോലെ തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി പൂങ്കുന്നത്തും സമാനമായ വോട്ട്, അതായത് 2 ഇടത്തും വോട്ട് ഉണ്ട് എന്നുള്ളൊരു വോട്ടർ പട്ടികയിൽ നിന്നുള്ള വിവരം നമുക്ക് ലഭ്യമായത്. തൻ്റെ ഭാര്യയ്ക്ക് തൃശ്ശൂരിൽ ജോലി ആയതിനാലാണ് ഇത്തരത്തിൽ വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതെന്നും 2 സ്ഥലത്തും വോട്ടർ പട്ടികയിൽ പേരുള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഷാജി പ്രതികരിച്ചു. സ്വാഭാവികമായിട്ടും ഇവിടെ വോട്ടുണ്ടാകുമ്പോൾ അവിടെ വോട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ധാരണ. നോക്കുമ്പോൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് വോട്ട്. പക്ഷെ ഞാൻ ഒരു സ്ഥലത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഒരു തെറ്റാണെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ. ലോക്സഭാ മണ്ഡലത്തിന് പുറത്തു നിന്ന് ഒരുപാട് ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തു. അവരെല്ലാം തന്നെ അനധികൃതമായി വ്യാജരേഖകൾ ചമച്ചാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയത് എന്നുള്ളതാണ് LDFിൻ്റെയും UDFിൻ്റെയും പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഈ ഇലക്ഷൻ കമ്മീഷന് നൽകിയ സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി തന്നെ ഇവിടേക്ക് വോട്ട് മാറ്റിയത് എന്നുള്ള ആരോപണവുമായി TN പ്രതാപൻ രംഗത്ത് വരികയും ചെയ്തു. അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച പരാതിയും നൽകുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഇതിൽ കേസെടുക്കാനായി പോലീസിന് കഴിയുമോ എന്നുള്ളതായിരുന്നു പ്രധാനമായും പോലീസ് നിയമോപദേശം തേടിയതിൽ നിന്നുള്ള ഉദ്ദേശം. ഫൈനൽ വോട്ടർ പട്ടിക വന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് വോട്ടറായി വരുന്നത്. അതേ ഉൾപ്പെടെ 14 പേര് കുടുംബാംഗങ്ങളുടെ പേര്, 11 കുടുംബാംഗങ്ങളുടെ പേര്. അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയാണ് സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ തന്നെ വോട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ഡ്രൈവറുടെയും കൂടാതെ സഹായികളുടെയും എല്ലാവരുടെയും വോട്ട് തൃശ്ശൂരിലേക്ക് മാറ്റിയത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി മാതൃഭൂമി ന്യൂസ് ശ്രമിച്ചത്. പല തവണ ആവർത്തിച്ചുള്ള ഈ വിവാദങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് യാതൊരു വിധത്തിലും ഒന്നും തന്നെ പറയാതെയാണ് മൗനം തുടർന്നുകൊണ്ട് സുരേഷ് ഗോപി മുന്നോട്ട് പോയത്. വ്യാപകമായി RSS നേതാവ് ഷാജി കെയറും വ്യാജ വോട്ട് ചേർത്തു യാതൊരു ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു വിഷയത്തിലാണ് സാർ ഒന്നും പറയാനില്ലേ? വലിയ ആരോപണമാണ് സാർ. കുട്ടനെല്ലൂരിൽ 400ഓളം വോട്ടുകൾ LDF അനധികൃതമായി ചേർത്തു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ BJPയും ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പരാതികളുമായി മുന്നോട്ട് പോകാനാണ് BJPയും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.